ഇന്നിതാ അയില മുളകിൽ വെക്കാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്ത് ചതച്ചെടുത്തിട്ട് ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് ഇത് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി, ഇഞ്ചിയും, വെളുത്തുള്ളിയും, പച്ചമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട്, പച്ചമുളക് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല, പിന്നീടാണ് ചേർക്കുന്നത്. ഇതെല്ലാം വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് വഴണ്ട് നല്ല ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കണം. ആ പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം, ഇപ്പം ഞാൻ അപ്പുറത്ത് തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, കുടിവെള്ളത്തിനാണ് വെച്ചിരുന്നത്. അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ചൂടുവെള്ളം ഈ നമ്മുടെ അരപ്പിലേക്ക് ഒഴിക്കുകയാണേ. ഒഴിച്ച് നന്നായിട്ട് തിളക്കണം. തിളച്ച് ഈ കൂട്ട് നന്നായി തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഉപ്പ്, കൊടംപുളി ഇവ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ലൂസാക്കി എടുത്തിട്ട് ഇതിലേക്ക് തക്കാളി ചേർക്കുക. പിന്നീട് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ വരഞ്ഞിട്ട്, മീൻ വരയണം, വരഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഈ അരപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ച് എടുക്കണം. ചാറ് നന്നായിട്ട് കുറുകണം, വറ്റണം. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് പുറത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് ടേസ്റ്റ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് അയില മുളകിൽ വെക്കുന്നത് ഞാൻ. അപ്പോൾ താങ്ക് യു.